എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓണസദ്യയിലെ പ്രധാന വിഭവമായ സാമ്പാർ. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി തൊമര എടുത്തു. തൊമര ഞാൻ 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് ഉപ്പ് എല്ലാം ഇട്ടു. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തൊമര, 2 പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം ഇട്ട് ഞാൻ കുക്കർ അടച്ച് വേവിക്കാൻ വെക്കുകയാണ്. ഓണാക്കിയിട്ടുണ്ട്. ഒരു 3 വിസിൽ വരും, അപ്പോഴത്തേനും അത് വേവും. നമുക്ക് കുറച്ച് സവാള, ഒരു സവാള, ഒരു വെള്ളരിക്ക, ഒരു ക്യാരറ്റ്, കുറച്ച് മത്തങ്ങ, നമുക്ക് മുരിങ്ങയ്ക്ക ഇടാം, അമരപ്പഴം ഇത്ര ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് എണ്ണയിലൊന്ന് വേണ്ടി വരട്ടെ. വേവിക്കും. രണ്ട് പച്ചമുളക് കൂടി ഇടണം. ഇനി അടച്ച് വെച്ച് വേവിക്കണം. ഇന്ന് വേവട്ടെ. വെന്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ നന്നായിട്ടായിട്ടുണ്ട്. ആ വെജിറ്റബിൾ വെന്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ആ മത്തങ്ങയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നടച്ചു വെക്കട്ടെ. ഈ വെജിറ്റബിളിലേക്ക് ഈ ഡാലും ഈ പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് വെന്തല്ലാണ്ട് ഇതിനകത്തിട്ട് ഒഴിക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഓക്കെ, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയിടാം. ഇതിനൊക്കെ വേണ്ടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. ഇതിൻ്റെ കൂടെ സാമ്പാർ പൊടിയുണ്ട്. ജസ്റ്റ് ചൂടാക്കട്ടെ. ചെറുതായിട്ടൊരു പച്ചമണം മാറണം. ഒത്തിരി വറുത്ത് കളർ മാറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. ഓക്കെ, ഇതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്ത് ചേർക്കാം. മിക്സ് ചെയ്യും. ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. പിന്നെ നമുക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഉപ്പ്, കുറച്ച് പുളി, ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളിയാണ് എനിക്ക് തേക്കുന്നത്. അതുകൂടെ അതിനകത്ത് പിഴിഞ്ഞ് ചേർക്കുന്നത്. നമുക്കിത് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കണം. ഒന്ന് അടച്ച് വെച്ചോട്ടെ.
ഓപ്പൺ ആക്കിയിട്ട് ഇച്ചിട്ട് ഒരു 1.5 സ്പൂൺ കായ ഇടുന്നു. സാമ്പാറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കായ. അങ്ങനെ കായ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഉപ്പ് കുറവാണോ ഇല്ലയെന്ന് നോക്കണം. ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ ഇടയ്ക്കൊക്കെ നോക്കണം കേട്ടോ. ഗ്യാസ് ഓണാക്കി പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ 1 സ്പൂൺ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് കുറച്ച് വെണ്ടയ്ക്കായും ആദ്യം വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ആയിട്ടുണ്ട് എന്നുണ്ട്. ഇനി അതിനകത്തേക്ക് തക്കാളി ഇടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ വെണ്ടയ്ക്കായും തക്കാളിയും വഴണ്ട് വരാനായിട്ട് 2 മിനിറ്റ് കൂടെ ഉണ്ട്, സമയം എടുക്കും. ഗ്യാസ് ഓഫ് ചെയ്ത് എനിക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ അതിലേക്ക് ഇടുകയാണ്. മിക്സ് ചെയ്യണം. നമുക്കിനി കടുക് വറുക്കാം. ചൂടായിട്ടുണ്ട്. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇടാം. അങ്ങനെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഇളക്കി കൊടുക്കും. ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ കരിയാപ്പില വറ്റൽമുളക് ചേർക്കും. ബ്രൗൺ കളർ ആവട്ടെ. നമുക്ക് വറ്റൽമുളക് ഇടാം. വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ അവരുടെ ഇഷ്ടം പോലെ ഇടുക. കരിവേപ്പിലയൊക്കെ ഇട്ടാൽ നന്നായിരിക്കും. കുറച്ച് ടേസ്റ്റ് കൂടും. അതിൻ്റെ ഒരു മണവും സ്മെല്ലും ഒക്കെ വരും. അങ്ങനെ ഇത് ഉള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി സാമ്പാറിലേക്ക് ഒഴിക്കാം. നമുക്ക് ഈ കടുക് വറുത്തത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്യാവും. കടുവൊക്കെ വറുത്ത് 5 മിനിറ്റ് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് നല്ലോണം അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.